ഹായ് ഹലോ ടിപ്സ് ഓഫ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ കാശ്മീരിൽ എത്തിയത് വരെയുള്ള കാര്യങ്ങളായിരുന്നല്ലോ. അങ്ങനെ നമ്മൾ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനോ എങ്ങോട്ട് പോകാനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നല്ല ടയേർഡായിരുന്നു. യാത്രയൊക്കെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ബസ്സിലും ട്രെയിനിലും ഒക്കെ മക്കളെയും കൊണ്ട് ഇങ്ങനെ മാറി മാറി യാത്ര ചെയ്യായിരുന്നല്ലോ. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോനകത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ മക്കളെയും കൊണ്ട് പോയത്, ഈ സമയത്ത് പോയത്, അങ്ങനെയെന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് ഇതിൻ്റെ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടൊക്കെ കുറേ ആൾക്കാർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇങ്ങോട്ടേക്ക് കാശ്മീരിലോട്ടേക്ക് വന്നതിൻ്റെ കാരണം ഇപ്പം നമ്മൾ യാത്ര ചെയ്യുന്നത് വണ്ടിയിലാണ്. കണ്ടില്ലേ, നമ്മൾ ഒരു താർ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയതാണ്. ഇത് നമ്മൾ ജമ്മു കാശ്മീരിൽ നിന്നാണ് എടുത്തേക്കുന്നത്, അവിടുത്തെ ശ്രീനഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന്. അപ്പം നമ്മൾ അവിടുന്ന് വണ്ടി രാത്രി തന്നെ എടുത്തിട്ട് ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ നമ്മൾ വണ്ടി എടുത്തിട്ട് അതിനടുത്ത് തന്നെയുള്ള ഒരു ഗാർഡനിലോട്ടേക്ക് പോകുന്ന കേട്ടോ. ഇത് കണ്ടോ നിങ്ങൾ, കാശ്മീരിലെത്തിയാൽ നമുക്ക് ഒരു ഇടതടവില്ലാതെ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ സെക്യൂരിറ്റി സിസ്റ്റം എന്ന് പറയുന്നത്. എപ്പോഴും ഫുൾ ടൈം നമ്മൾ ഓരോ മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ഇവരെ ഇഷ്ടം പോലെ കാണാൻ വേണ്ടി പറ്റും. ഇത് അവിടുത്തെ ഒരു വലിയൊരു ഗാർഡനാണ്. ഗാർഡൻ്റെ പേര് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേക്കാം. ഞാനിവിടെ സ്ക്രീനിലെങ്ങാനും കൊടുത്തേക്കാം കേട്ടോ. അടിപൊളി ഗാർഡനാണ്. നമുക്ക് ഇതിൻ്റെ ഹൈറ്റിലോട്ടേക്ക് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം ആ ഒരു ശ്രീനഗർ ടൗൺ മുഴുവനായിട്ട് കാണാൻ പറ്റുന്ന രീതിക്കാണ് ഈ ഒരു ഗാർഡനുള്ളത്. അതുപോലെ തന്നെ അവിടെ അടുത്ത് തന്നെ ഒരു ലേക്ക് ഉണ്ട്. ലേക്ക് നമ്മൾ വരുന്ന വഴിക്ക് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുണ്ടാവും. അതിനെ നമുക്ക് പൂർണ്ണമായിട്ടും കാണാനും അവിടുന്ന് പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ അവിടെ മാറ്റി വെക്കും. നമ്മുടെ സ്ത്രീകളുടെ പിന്നെ കുറച്ച് പുരുഷന്മാരുടെയും വീക്ക്നെസ് പോയിന്റ് എന്ന് പറയുന്ന ഒരു സാധനമാണല്ലേ ഈ ചെടികൾ പൂക്കൾ എന്നൊക്കെ പറയുന്നത്. എൻ്റെ പൊന്നോ, അവിടെ എത്തിയപ്പോൾ പലതരം വെറൈറ്റി ചെടികളായിരുന്നു, പൂക്കളായിരുന്നു. ചെടികളെക്കാളും ഉപരി പൂക്കളായിരുന്നു നമ്മളെ ആകർഷിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനും ഉമ്മയും അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ ഗംഭീരമായിട്ടുള്ള ചർച്ചകളായിരുന്നു. കാരണം അത്ഭുതമായിരുന്നു കാണുന്ന സമയത്ത്. പിന്നെ നമ്മൾ അവിടെ കയറിയപ്പോൾ തന്നെ ഇയാളുടെ അടുത്ത് നിന്ന് നമ്മൾ ഉമ്മാൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, ആ ഒരു കാശ്മീരി ട്രഡീഷണൽ ഡ്രസ്സിനകത്ത്. പക്ഷെ മഹാപറ്റിപ്പായിരുന്നു കേട്ടോ. അയാൾ എമൗണ്ട് വാങ്ങിയതും കൂടുതലായിരുന്നു. പിന്നെ നമ്മളത് ശ്രദ്ധിക്കാതെ കയറിയപാട് കണ്ട ആളടുത്ത് ഫോട്ടോ എടുത്തു. അവിടെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോ ആണെങ്കിൽ അയാൾ പെട്ടെന്ന് തിരക്കിട്ടെടുക്കുന്ന പോലെ ആക്കിയിട്ട് വലിയ നീറ്റായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ അത് ഞാൻ പോസ്റ്റിലിട്ടേക്കാം ഫോട്ടോ കേട്ടോ. പിന്നെ ഫോട്ടോ എടുപ്പ് കഴിഞ്ഞ് ഉമ്മ മാത്രമേ അവിടെ നിന്ന് എടുത്തുള്ളൂ. അവൻ്റെ റേറ്റൊക്കെ കേട്ടപ്പോൾ നമ്മൾ പിന്നെ ആരും എടുത്തില്ല. ഇതാ ലേക്കിൻ്റെ രാത്രി ദൃശ്യം കേട്ടോ. പക്ഷെ ഇത് ക്യാമറയിൽ അത്രത്തോളം വിസിബിൾ അല്ല. നമ്മൾ നേരിട്ട് നമ്മുടെ നഗ്നനേത്രങ്ങൾ കാണുന്ന അത്ര ഭംഗി ഇതിന് ഈ വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. പിന്നെ തിരിച്ചെത്തി നമ്മൾ അടുത്ത് തന്നെയുള്ള വേറൊരു റെസ്റ്റോറൻറ്റിലോട്ടേക്കാണ് പോയത്. തലേന്ന് രാത്രി പോയെടുത്തല്ല. അവിടെ പോയിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇത് റൊട്ടി തന്നെയായിരുന്നു നമ്മളെ യാത്രയിലെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത്. അതിനകത്ത് റൊട്ടിയും പനീർ ചിക്കനുമാണ് കഴിച്ചത്. ഈ ഒരു സമയം വരെ ഞാൻ ഓൺ വോയിസ് വീഡിയോ എടുക്കാൻ കുറച്ച് മടിയായിരുന്നു കേട്ടോ. പിന്നീട് അങ്ങോട്ടേക്ക് കൂടുതൽ ഓൺ വോയിസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് രണ്ടും മിക്സ് ആയിട്ട് വീഡിയോസ് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രീനഗറിലാണ് ഉള്ളത്. 2 ദിവസമായി ഇവിടെ എത്തിയിട്ട് നമ്മൾ ചെറിയൊരു പരിപാടിയായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ മുമ്പേ വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊരു പുതിയൊരു വണ്ടി ഇവിടെ നമ്മളൊരു ഫാമിലിയിലോട്ട് ഒരു പുതിയൊരു മെമ്പറും കൂടെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇന്ന് നമ്മൾ കുറച്ച് സ്ഥലങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നാട്ടിലോട്ടേക്കുള്ള വഴി നമ്മൾ റോഡ് വഴിയാണ് നമ്മളെ യാത്ര. ആ വിശേഷങ്ങൾ റോഡിലൂടെ തന്നെ കാണിക്കൂ. പിന്നെ നമ്മൾ ഇത്രയും പേരാണ് വന്നിട്ടുള്ളത്. ബാക്കി പറഞ്ഞു ആദ്യകുട്ടി പ്രശ്നം തുടങ്ങി പോകാനുള്ള തിരക്കായി, വണ്ടിയിലോട്ട് പോകാനുള്ള. ഓക്കെ, അപ്പൊ നമുക്ക് വിശേഷങ്ങളും വണ്ടിന്ന് കാണാം. അതല്ലേ, ഇതാണ് നമ്മൾ 2-2.5 ദിവസമായിട്ട് നിന്ന റൂം. ഇതാണ് റൂം സെറ്റപ്പ്. ഇവിടെ ഒരു ചെറിയ TV ഒക്കെ ഉണ്ട്. പിന്നെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഹീറ്റർ സെറ്റപ്പ് ഉണ്ട്. എല്ലാം അടിപൊളിയാണ്. ഇതൊക്കെയാണ് ഈ റൂമിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പുറത്തോട്ട് പോവാണ്. ഈ ഹോട്ടലിൻ്റെ പേര് വരുന്നത് ഹോട്ടൽ ബനാസർ. ഇതാണ് അവരുടെ കോണ്ടാക്ട് നമ്പർ. അപ്പോൾ ഇവിടുന്ന് നമുക്ക്
അപ്പോൾ നമ്മൾ താമസിച്ച റൂമൊക്കെ കണ്ടല്ലോ അല്ലേ, അത്യാവശ്യം നല്ല റൂമായിരുന്നു കേട്ടോ. നമുക്ക് പരിചയക്കാരുള്ളതുകൊണ്ട് റേറ്റിലൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ അടിപൊളി റൂമാണ്. നിങ്ങൾ യാത്രയൊക്കെ പോകുന്ന സമയത്ത് ശ്രീനഗറിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. റൂമിൻ്റെ കാര്യത്തിൽ റെൻ്റൊക്കെ നിങ്ങൾ നോക്കിയിട്ട് എടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നമ്മൾ പോകുന്നത് നമുക്ക് അടുത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം പോയ ഗാർഡൻ്റെ തൊട്ടടുത്ത് വേറൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്. അത്യാവശ്യം വലിയൊരു ഗാർഡനാണ്. അപ്പോൾ അത് കാണാതെ പോവാൻ നമ്മളെ മനസ്സ് സമ്മതിക്കുന്നേ ഇല്ല. നമുക്കിനി തിരിച്ച് ഡൽഹിയിലാണ് നമ്മൾ അത്യാവശ്യം നമ്മുടെ യാത്രയൊക്കെ പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ ഒന്ന് മാർക്കറ്റിലൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. ഇവിടുന്ന് നമ്മളിപ്പോൾ രാവിലെ ഇറങ്ങുവാണ്. ഇതാണ് നമ്മൾ എടുത്തേക്കുന്നത് വണ്ടി എന്ന് പറയുന്നത്. ഉപ്പാക്ക് വേണ്ടി എടുത്ത വണ്ടി കേട്ടോ. അപ്പം നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങുകയാണ്. നല്ല റഷ് ഏരിയ ആണ്. ശ്രീനഗർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് അത്യാവശ്യം നല്ല റഷ്. എവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ നമ്മൾ ഒരു 2 കിലോമീറ്റർ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 20-30 മിനിറ്റ് എടുക്കും. അത്ര റഷ് ഏരിയ ആണ്. അത് മാത്രമല്ല നമ്മളിവിടെ വന്നതിനകത്ത് കണ്ടിട്ടുള്ളത് ശ്രീനഗറിലെ ആൾക്കാരെ കൂടുതൽ മലയാളികൾ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഒരുപാട് യാത്രക്കാരുണ്ട്. വെക്കേഷൻ ആയതുകൊണ്ടാന്ന് തോന്നുന്നു, വീഡിയോ എടുക്കുന്നോണ്ടാന്ന് തോന്നുന്നു ആൾക്കാർ നമ്മളിങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ ഭയങ്കര സേഫാണ്. ഇവിടെ നല്ല സേഫാണ്. എന്നുവെച്ചാല് ചുറ്റിൽ നോക്കുമ്പോൾ ഒരുപാട് പോലീസുകാരൊക്കെ ഉണ്ടാവും. ഒരുപാട് പോലീസുകാർ, പട്ടാളക്കാർ. ഇത് കേന്ദ്രഭരണ പ്രദേശമല്ല, ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. പക്ഷെ നമ്മൾ പേടിക്കണ്ട, നമ്മൾ സേഫാണ് ഇവിടെ. നല്ല ഗുൽമർഗിലോട്ടേക്കാണ് പോകുന്നല്ലേ ചോദിച്ചത്. നമ്മൾ പിന്നെ വാക്കുകൾ മാത്രം വെച്ചിട്ട് അവരെന്താ ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മളെ, ഞാന്, ഉമ്മ. ഈ ഒരു നാടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എങ്ങോട്ട് നോക്കിയാലും കാണാൻ അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളല്ലേ? നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളും നല്ല ക്ലൈമറ്റും അടിപൊളിയാണ്. അത്യാവശ്യം നല്ല തണുപ്പാണ്. ഞാൻ സാധാരണ ഗ്ലാസ് എല്ലാം താത്തിയിട്ടിട്ട് നല്ല കാറ്റും കൊണ്ടിട്ടല്ല പോകാറുള്ളത്. പക്ഷെ ഗ്ലാസ്സൊക്കെ പൊക്കിയിട്ടത് ആ കയ്യെല്ലാം മരവിച്ചിരിക്കുകയാണ്. എന്ത് ഇവരൊക്കെയാണ് നമ്മളെ ഈ നാടിന്റെ സെക്യൂരിറ്റീസ്. ഒരുപാടുണ്ട്. ഇത് നമ്മളിപ്പോ ഈ ഒരാളെ കാണിച്ചെന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോ ഒരു 100-200 മീറ്റർ പോകുമ്പോഴത്തേക്ക് പിന്നെയും ആൾക്കാരുണ്ടാവും. എല്ലായിടയ്ക്കും പോലീസുകാരും പിന്നെ അതുപോലെ തന്നെ പട്ടാളക്കാരും. പക്ഷെ ഞാൻ പട്ടാളക്കാരെ കണ്ടതിൽ വെച്ചിട്ട് നമ്മളെ നാട്ടിലെ, അതായത് നമ്മള് പൊതുവെയിലെ പട്ടാളക്കാരില്ലേ, അവരെ പോലെ അല്ല കാണുന്നത്. മൊത്തം ബ്ലാക്ക് ഡ്രസ് ഇട്ടിട്ട്. അത് മാത്രല്ല ഇവരെ കാണുമ്പോ ഇവരെ മുഖത്തൊന്നും ഒരു ചിരിയില്ല. വലിയ ഗണ്ണുണ്ട് കൈമലി. എല്ലാരും നാട്ടിലിങ്ങനെയല്ലല്ലോ. അതുപോലെ ബാങ്ക് കണ്ട കുറച്ച് അടുത്തത് ഒന്നുകൂടെ കാണിക്കാം. നമ്മളെ നാട്ടിലുള്ള ബിൽഡിങ്ങുകളും ഇവിടുത്തെ ബിൽഡിങ്ങുകളും തമ്മിലുള്ള വ്യത്യാസേ. ഇത് ക്ലൈമറ്റിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഇവരൊരു ട്രഡീഷൻ അനുസരിച്ചിട്ട് അറിയില്ല. ഈ ഒരു കളറ് നോക്ക്. പിന്നെ ഒരുപാട് നായ്ക്കൾ. ആ നായ്ക്കള് ഇതാണ് മുഴുവനായിട്ട് തടിയുള്ള ആൾക്കാരല്ലേ? തടിയുള്ളതും അതുപോലെ കൂടാ. ഫ്രൂട്ട്സിനൊക്കെ അത്യാവശ്യം നല്ല വിലകളാ. കത്തി വിലയാണ്. ഇത് ഇവിടുത്തെ ഹോസ്പിറ്റലാന്ന് തോന്നുന്നു. പാരാസെൽത്തുനിന്ന് കൊടുത്തിട്ടുണ്ട്. ഹോസ്പിറ്റൽ തന്നെ ആയിരിക്കുമല്ലോ ഇറങ്ങിക്കാം. ആയിരിക്കും. നല്ല മറ്റിതെല്ലാം ഉണ്ട്. ഹോസ്പിറ്റലിന്റെ ചിഹ്നൊക്കെ കാണും. ഹോസ്പിറ്റൽ തന്നെയാ. മോളത്തെ ഹെൽത്ത് എന്ന് എഴുതിയിട്ടുണ്ട്, പാരാസ് ഹെൽത്ത് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് നമ്മള് പോലീസുകാര്. അടുത്തത് അതാ അവിടെ കുറച്ച് ആൾക്കാര് പോലീസുകാരായിട്ട്. പട്ടാളക്കാർ, പോലീസല്ല, പട്ടാളാണ്. അപ്പൊ ഇവിടുത്തെ ഇവിടെ പോലീസ് ഇല്ലേ? പോലീസ് ഉണ്ട്, പക്ഷെ ട്രാഫിക്കിലൊക്കെ കാണാൻ പറ്റില്ല. ബാക്കി എല്ലായിടക്കും പട്ടാളക്കാരാണ്. അത് അവരൊരു വണ്ടി എടുത്തിട്ട്, നമ്മളെ കഴിഞ്ഞ വീഡിയോനകത്ത് ഉണ്ടാകും, ഒരു വണ്ടി എടുത്തിട്ട് ഇങ്ങനെ അവര് റോന്ത് തെറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ റോഡിന്റെ വൃത്തി ശ്രദ്ധിച്ചാ? വൃത്തിയല്ല, മരങ്ങൾ മാത്രല്ല, ഫുള്ള് സൈഡിലൊന്നും ഒരു വേസ്റ്റും ഇല്ലാണ്ട് ഫുൾ ടൈം അടിച്ചു വരി ക്ലീൻ ആയിട്ട്. നമ്മളിപ്പം പോകുന്നത് ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിലാ അല്ലേ? എന്താ രസി ആ ഗാർഡന്റെ പേര് വരുന്നത്? വെറൈറ്റി പേരാണ്. ബൊട്ടാണിക്കൽ ഗാർഡൻ പിന്നെ എല്ലാവരും കാണുന്നതുകൊണ്ട് വേഗം പറയാൻ കിട്ടും. കേരളത്തിൽ ഇപ്പം ഇങ്ങനെയായിട്ട് കാണാല്ലേ, ഒട്ടും വേസ്റ്റ് ഒന്നും ഇല്ലാണ്ടല്ല.
ഫുൾ ടൈം നീറ്റായിട്ട്. ഇതാണ് ജയാനിക്ക് എൻ്റെ എപ്പം അലേർട്ടായിട്ടുള്ള ഒരു സേന എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ല റെനിക്ക. നല്ല തണുപ്പ് കേട്ടോ. റെനിക്ക് അതാ സൈലന്റ് ആയേ. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഈ വഴികളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും, വലിയ മരങ്ങളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഇല പൊഴിയാത്ത ടൈപ്പ് മരങ്ങളാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ റോഡ് ഇത്രയും ക്ലീനായി കിടക്കുമോ, അത്രയും അടിപൊളിയായിട്ടാണ് അവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. പിന്നെ നമ്മൾ ഒരുപാട് പേരുടെ സെക്യൂരിറ്റിനെ കുറിച്ച് പറയുന്നില്ലേ, കാരണം നമ്മുടെ നാട്ടിൽ കാണാത്ത ഒരു കൗതുകമുള്ളൊരു കാഴ്ച എന്ന് തന്നെ പറയാം കേട്ടോ ഇതിനെ. വീണ്ടും നമ്മൾ എത്തിയേക്കുന്നത് ഈ ലേക്കിൻ്റെ അടുത്തോട്ടേക്കാണ്. ഇതിൻ്റെ പേര് ദാൽ ലേക്ക് എന്നാണ്. ദാല് നമ്മളെ എന്താ പരിപ്പോ അതുപോലെ ദാൽ ലേക്കാണ് കേട്ടോ ഇത്. വളരെ വലിയൊരു ലേക്കാണ്, അതിനകത്ത് കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ വെള്ളത്തിലോട്ടേക്കൊന്നും ഇറങ്ങാനുള്ളൊരു ധൈര്യം കാണിച്ചിട്ടില്ല. കാരണം ഒന്നാമത് കുഞ്ഞുങ്ങളുള്ളതുകൊണ്ടും അല്ലെങ്കിലും എനിക്കിപ്പം വെള്ളത്തിനോട് എന്തോ ഇച്ചിരി പേടി വന്നതുപോലെ കേട്ടോ. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുവെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം പോയ ആ ഒരു ഗാർഡൻ ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് അവരുടെ എന്തോ കാശ്മീരി പട്ടാളത്തിൻ്റെ എന്തോ ഒരു സ്ഥലമുണ്ട്, അവിടെ ഒരു ബിൽഡിങ് എന്താണെന്ന് നമുക്ക് ശരിക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ വഴിയിലിറങ്ങിയിട്ട്, നമ്മൾ വണ്ടിയിലാണ് പോകുന്നെങ്കിലും അതിൻ്റെ അകത്ത് വഴിയിലിറങ്ങിയിട്ട് നമ്മൾ ആ മെറ്റൽ ഡിറ്റക്ടർ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടെ കിടന്നിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമേ അവർ അകത്തോട്ടേക്ക് വിടുള്ളൂ കേട്ടോ. പക്ഷെ നമ്മൾ പോകുന്ന വഴിക്ക് എൻ്റെ കയ്യിൽ കുഞ്ഞിരിക്കുമ്പോൾ, കുഞ്ഞിന് അത്രയല്ലേ പ്രായമുള്ളൂ, അപ്പം ചെറിയ കുഞ്ഞാന്ന് കണ്ടു. റെമിസ്കാർഡ് പേരും കൂടി ചോദിച്ചിട്ട് അവർ നമ്മളോട് പോയിക്കോളാൻ പറഞ്ഞു. അപ്പം നമ്മൾ ഇറങ്ങി നടക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചതിനകത്ത് അവർക്ക് മക്കളെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ എവിടെ പോയാലും നമുക്കൊരു പരിഗണനയും കാര്യങ്ങളും മക്കളുടെ കാര്യത്തിൽ കിട്ടും. അവരെ കാണുമ്പോൾ മാഷാ അല്ലാഹ് എന്ന് പറയും. ഒരു പ്രത്യേക പരിഗണനയായിരുന്നു. അത് മാത്രമല്ല, നമ്മൾ കേരളത്തിൽ നിന്ന് വരിക എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ചിരിയും സ്നേഹം കേട്ടോ എല്ലാവരുടെയും മുഖത്ത്. അവിടെ എത്തിയപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം അത് തന്നെയായിരുന്നു. ഉമ്മ ഇങ്ങോട്ടേക്ക് നോക്കിക്കോ. ഉമ്മ ലേക്ക് കണ്ടിട്ടാണ് ഇത്ര ആകാംക്ഷയോടെ നോക്കുന്നല്ലേ ഉമ്മ. എവിടെയാ ഇപ്പൊ പോന്നെ? അത് സൈഡിലുള്ളത്. നമ്മളെ ഗാർഡന്റെ അടുത്തോട്ടേക്ക് എത്തി ഇപ്പൊ. ഇതാണ് നെഹ്റു മെമ്മോറിയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ. എത്ര മണിക്കാണ്? അടിപൊളി ഗാർഡൻ ആണ്. നമുക്ക് ഉള്ളിലുള്ള വിശേഷങ്ങൾ ഉള്ളിലെത്തിയിട്ട് കാണാം. മഴ പെയ്ത പോലെ ഉണ്ടല്ലേ, അതുകൊണ്ടാണോ ഇത്ര തണുപ്പ്? അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് രാവിലത്തെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ചായയെങ്കിലും കുടിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമെന്നൊക്കെ. നല്ല കട കാണുന്നുണ്ട് എനിക്ക്. എൻട്രി ഫീ അല്ലേ? ഹൗ മച്ച്? 24. അതെന്താ അങ്ങനെ? അത് 20 പ്ലസ് GST. GST ഇധർ ഭി ഹൈ. അതുണ്ടാവില്ലല്ലോ. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കഴിഞ്ഞ ദിവസം കഴിച്ച ഭക്ഷണം നല്ല ഫ്ലോപ്പ് ചെയ്യുന്നു. വാ, കഴിഞ്ഞ ദിവസമല്ലേ രാത്രി? إيما موبايل جديد ياتي خلاص كاميرا ആലിയ يا انت ايفون ഇവരെന്തോ പറയാണ്. لا قطوفه ഇവരെന്തോ ഇവരെ ഭാഷയിൽ പറയുന്നുണ്ട്. എന്താണെന്ന് അവരെന്തായാലും പറഞ്ഞത് ഐഫോണിനെ കുറിച്ചിട്ടാന്നുള്ളത് മനസ്സിലായി. ഓക്കെ, ഉള്ളിലേക്ക് ഇരിക്കാൻ വേണ്ടി പറയുന്ന. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാം. ഇവിടെ തന്നെ രസീതാ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. റമിക്ക, എങ്ങനെയുണ്ട് നമ്മളെ പുതിയ വണ്ടി? അടിപൊളിയല്ലേ? അപ്പം ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടുത്തെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ എല്ലാം നമ്മൾ പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ അവരുണ്ടാക്കി തരും. ചൂടോടെ തണുത്തു. അല്ലെങ്കിൽ നല്ല തണുപ്പായിരിക്കും. 2 മിനിറ്റ് വെച്ചാൽ തന്നെ തണുപ്പ് കയറില്ലേ? നല്ല വിശപ്പുണ്ട്. ആറൻകുട്ടി തണുപ്പും കൂടി ആയതുകൊണ്ടേ. ചായ ഇവിടെ? ചായ വന്നിട്ടില്ല. ചായ വന്നിട്ടില്ലല്ലേ? നല്ല ചൂട് ചായ. പിന്നെ ഇവിടുത്തെ ചായ നല്ല ടേസ്റ്റ് ആണല്ലേ? നല്ല ചായ. ട്രെയിനിനായിരുന്നു ഊളച്ചായ.
അടിപൊളി. ഇതാണ് നമ്മൾ പറഞ്ഞ ചായ. ഇനി ചായ കൂടി കഴിഞ്ഞിട്ട് നമ്മളിനി ഗാർഡനിലോട്ടേക്ക് പോകും. നല്ല ഇറങ്ങിക്കോ. അതെ, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പ്. ഞാൻ ഇതൊക്കെ എടുത്തിട്ടിട്ടാണ് ഇതാക്കുന്നത്. മോനെ ഇങ്ങനെ പൊതിഞ്ഞെടുത്ത്. ജാക്കറ്റ് ഇടാത്ത അതുംകുട്ടി ഒരു ജാക്കറ്റ് ഇട്ട്. തണുപ്പുണ്ട് അത്യാവശ്യം. തിരക്ക് തുടങ്ങി. ആരത്? റസിയ? അല്ല, അതുംകുട്ടി. അങ്ങനെയാണ്. ഞാൻ ഇതെടുക്കട്ടെ, ടോക്കൺ എടുക്കട്ടെ. 2, 3, 4, 5 അഡൽട്ട് അല്ല, 4 അഡൽട്ട്, 1 ചിൽഡ്രൻ. ടിക്കറ്റ് എടുക്കേണ്ടത് ഇവിടുന്നാണ്. എത്ര ചാർജ് വരുന്നു എനിക്ക്? ഒരാൾക്ക് 50, വലിയ ആൾക്ക്, ചെറിയ ആൾക്കാർക്ക് 25. ഇത് നമ്മൾ അപ്പുറത്തെ ഗാർഡനിൽ പോയപ്പോൾ ഇത് അടിപൊളിയാണല്ലേ. ചാർബട അല്ലാ, അത്യാവശ്യം വലിയതായത്. പീരങ്കി പോലെയാന്ന് തോന്നുന്നു ഇവര് എന്താ പറയുക, ഡിസൈൻ ചെയ്തെന്ന് തോന്നുന്നു. ഒരു മരത്തിന്റെ മേലെയാണ് ചെയ്തിട്ടുള്ളത്. ഉമ്മ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ കഴിഞ്ഞ ദിവസം പോയ ഗാർഡനേക്കാളും വലിയൊരു ഗാർഡൻ തന്നെയാണ് കേട്ടോ ഇത്. എന്ന് വെച്ചാൽ ആ ഒരു സ്ഥലത്തിൻ്റെ അളവും അതുപോലെ തന്നെ ചെടികളുടെ എണ്ണവും ഒക്കെ കൂടുതലായിരുന്നു. കാണാൻ ഭയങ്കര രസമായിരുന്നു. അവിടെ കാമായിട്ട് നമ്മൾ രാവിലെ ഒരു 9:30 ആയപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ റഷൊന്നും ഇല്ലാതെ നമുക്ക് നന്നായിട്ട് അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ചുകൂടെ അടുത്ത് നിന്നൊക്കെ നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം അതെങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, എന്തൊക്കെ തരത്തിലുള്ള പൂക്കളാണെന്ന് നിങ്ങളും കൂടെ കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇവിടുത്തെ എല്ലാ ഗാർഡനിലും കാണുന്ന ഒരു ചെടിയാട്ടെ ഇത്. നമ്മളെ ചീരേൻ്റെ കളറിൽ ഇവിടെ ഇഷ്ടം പോലെയുള്ള ആൾക്കാർ. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഇഷ്ടംപോലെ തെരുവ് നായ്ക്കളുണ്ട് കേട്ടോ അവിടെ. പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ്. അവർ തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. നല്ലപോലെ ഹെയറൊക്കെ ആയിട്ടുള്ള നായകളാണ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഓരോ ടൈപ്പ് ഓരോ കളറിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വലിയ ശല്യപ്പെടുത്താനൊന്നും നമ്മളടുത്തോട്ടേക്ക് വന്നിട്ടൊന്നുമില്ല. പക്ഷേ എന്താ പറയുക, നമ്മുടെ നാട്ടിലെ ഒരു തെരുവ് നായ ഉണ്ടല്ലോ, ചാവാലിപ്പട്ടി, ആ ഒരു രീതിക്കൊന്നും അല്ല. നല്ല ഭംഗിയുള്ള ആൾക്കാരാണ്. പിന്നെ ആക്കിയതൊന്നുമല്ല. നമ്മൾ ഏത് ഗാർഡനിലോട്ടേക്ക് പോയി കഴിഞ്ഞാലും അവിടെ ഈ ട്രഡീഷണൽ ഡ്രസ്സിലടിക്കുന്ന ഫോട്ടോസ് ഉണ്ടല്ലോ, അത് ഉണ്ടാവും കേട്ടോ. ഓരോ സ്ഥലത്ത് ഓരോ റേറ്റ് ആയിരിക്കും. നമ്മൾ ജസ്റ്റ് മൊത്തം കണ്ട് തിരിച്ചു വരുന്നതിന് ശേഷം ഒന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ അവരാ നിർത്തി വെച്ചേക്കുന്നതല്ല, അവരുടെ ആ ഡ്രസ്സൊക്കെ അടുക്കി വെച്ചേക്കുന്ന അടുത്തുള്ള മരങ്ങൾ നോക്ക്. ഇവിടുത്തെ മരങ്ങളൊക്കെ നമ്മളെ ക്രിസ്മസ് ട്രീ പോലുള്ള ഷേപ്പാണ്. പക്ഷേ ഓരോന്നിൻ്റെ ലീഫ് വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ഫ്ലവർ മെയിനായിട്ട് എൻ്റെ പടച്ചോനെ പറയാതിരിക്കാൻ വയ്യ. ഇവിടുത്തെ റോസാപ്പൂക്കളുടെ കാര്യം ഒരുപാട് എന്ന് പറഞ്ഞാൽ കൊലയായിട്ടിരിക്കുന്ന റോസാപ്പൂക്കളാണ്. നമ്മുടെ നാട്ടിൽ ഞാൻ എവിടെ ഇത്രയും റോസാപ്പൂക്കൾ കണ്ടിട്ടേയില്ല. അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു ഫുട്ബോൾ കണക്കിരിക്കുന്ന ഒരു വൈറ്റ് ഫ്ലവറും കൂടി ഇതിനകത്ത് വരാനുണ്ട്. വീഡിയോയിൽ എവിടെയെങ്കിലും വരുമായിരിക്കും, ഞാനത് കാണിച്ചു തരാം എന്തായാലും. പിന്നെ ഇത് കണ്ടില്ലേ, ഈ മരത്തിൻ്റെ ഒരു പ്രത്യേക ഭംഗി നോക്ക് നിങ്ങൾ. കാശ്മീർ എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈഫിൽ ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യണമെന്ന് ഞാൻ മസ്റ്റായിട്ട് പറയും കേട്ടോ. ഞാനും ഉമ്മയും അവിടെ പോയിരുന്ന സമയത്ത് നമ്മുടെ ചർച്ചയിൽ മൊത്തം അത് തന്നെയായിരുന്നു. നിങ്ങൾ ഈ മരങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്ക്. ഇത് കാണാൻ ഒറ്റ നോട്ടത്തിൽ കാണാൻ ഒരുപോലെയാണെങ്കിൽ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള മരങ്ങളാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ റെമിക്ക് ഫോൺ വിളിച്ചിട്ട് നോക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ എടുത്തേക്കുന്ന വണ്ടി പിന്നെ നാട്ടിലോട്ടേക്ക് കൊണ്ടുവരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫാസ്ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നേ. അതിനകത്തുള്ള ഫാസ്ടാഗിൽ റീചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ആനുവൽ പാസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ ഈ മരം കണ്ടോ, നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്തൊരു എന്താ പറയണ്ടേ, ഇതിൻ്റെ ഒരു ഭംഗി. ഞാനിത് ഇത്രയും സൂം ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മുകളിലുള്ള ഫ്ലവർ കാണിച്ചു തരാൻ വേണ്ടി എടുത്താണ്. അതിന് ലോങ് സൈറ്റിൽ കാണാൻ എൻ്റെ പടച്ചോനെ എന്ത് മൊഞ്ചാന്ന് പറയുമോ. എൻ്റെ ഒരു മൈൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രീ ആയത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗാർഡനിലോട്ടേക്ക്. പിന്നെയും സ്ഥലങ്ങളുണ്ട്, അതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം.
പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഇതൊരു മലയാളി ഫാമിലിയാണ്, മലയാളി ഫാമിലി തന്നെയാണ് തോന്നുന്നു. അസ്ബുവിനെ പരിചയപ്പെട്ടു, അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ ഗാർഡനിൽ പോയ സമയത്ത് തന്നെ അവിടെ ഒരു ഫ്ലൈറ്റ് നിറയെ കണ്ണൂരിൽ നിന്നുള്ള ആൾക്കാർ തന്നെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ പരിചയപ്പെട്ട ഒരു ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരാണ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കണ്ണൂരുകാർ ഒരുപാടുണ്ടല്ലോ, ഞങ്ങളിങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് അവരിങ്ങനെ പറഞ്ഞു. പൊതുവേ ഗാർഡൻ പോലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ ട്രെക്കിങ് ചെയ്യുന്ന സമയത്തൊന്നും എൻജോയ് ചെയ്യാത്ത ഒരാളാണ് ആച്ചി അസ്ബുക്ക്. പക്ഷെ അവർ ഇവിടെ വന്നതിന് ശേഷം ഭയങ്കര ഹാപ്പിയായിരുന്നു. അതുപോലെ ആദ്യംകുട്ടി എപ്പോഴും ഉമ്മാനെ കൈ പിടിച്ച് മാത്രമായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ആ യാത്രയിനകത്ത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അവനും ഫുള്ള് ഫ്രീ ആയിട്ട് ഒറ്റയ്ക്ക് നടക്കാൻ, ഒറ്റയ്ക്ക് കളിക്കാൻ, ഹസ്ബൻഡ് അച്ഛൻ്റെ കൂടെ കളിക്കാൻ അങ്ങനെയൊക്കെ പോകുന്നുണ്ടായിരുന്നേ. പിന്നെ ഇവിടെ വെച്ചിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മളെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്നോഫോൾ ഉള്ള എങ്ങോട്ടേക്കെങ്കിലും പോകണം, അപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങിയാലേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എന്നാൽ ഇതാണെങ്കിൽ കണ്ടിട്ട് തീരുന്നുമില്ല. നമ്മൾ കാശ്മീരിലോട്ടേക്ക് പോവുകയാണെങ്കിൽ ഈ ഗാർഡൻ ഒക്കെ കാണാൻ തന്നെ ഒരു 3/4 ദിവസം ആവശ്യമായിട്ട് വരും കേട്ടോ. അതുപോലെ കാണാനുണ്ട്, അതുപോലെ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. അത്രയും നീറ്റായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇന്നലെ എന്തോ മഴ പെയ്തോണ്ടെങ്ങാനാ ഈ സ്നോഫോൾ ഉള്ളതെന്ന് തോന്നുന്നു. കുട്ടികളെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. ഉമ്മ വന്നിട്ട് എങ്ങനെയുണ്ട് ഉമ്മ? ഉമ്മാന്റെ അഭിപ്രായത്തിൽ ഇനി എല്ലാ വർഷവും യാത്ര ചെയ്യണം എന്നുള്ളതാ. ഹസ്ബുന് ഇഷ്ടമായി ഇങ്ങോട്ടേക്ക് വന്നിട്ട്? ഇവിടെ വന്നിട്ട് ഇഷ്ടായാ? താങ്ക് യു. ഇവിടെ വന്നിട്ട് ഇഷ്ടായ പറ. അമ്മനെ ഇഷ്ടണ്ട. എങ്ങനെയുണ്ട് അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ട്? വെക്കേഷൻ്റെ ട്രിപ്പ് അടിപൊളിയായിട്ടുണ്ടാ? നമുക്ക് ഇനി വേഗം ഇറങ്ങാൻ നോക്കാം അല്ലേ? അപ്പോൾ നമുക്കിനി അടുത്തത് അവിടുത്തെ വിശേഷങ്ങൾ കാണാൻ പറ്റുമെങ്കിൽ നമുക്കൊന്ന് തുളിപ്പ് ഗാർഡനിൽ പോകണമെന്നുണ്ട്. പക്ഷെ അവിടെ എങ്ങനെയാണെന്ന് അറിയില്ല അല്ലേ ഇപ്പോൾ എനിക്ക്. സ്നോഫോൾ ആലിയല്ല അത് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ളത്, ഫസ്റ്റ് അത് വേണമെന്നുള്ളത്. പക്ഷെ കുഴപ്പമില്ല, നല്ലത് തന്നെയാ. അതുപോലെ ഒരു തണുപ്പ്, ഓവർ തണുപ്പല്ലാണ്ട്. ഒരു ഏകദേശം നേരത്തെ വന്നതിനേക്കാൾ ഇത് തെളിഞ്ഞ് കാണാൻ തുടങ്ങി. അപ്പോൾ നമ്മളിനി അടുത്ത സ്ഥലത്തെ വിശേഷം കാണാം. കേരളത്തിലെ ആൾക്കാർ വന്നിട്ട് വീഡിയോ ഇതെടുക്കറ. $950 800 800 लास्ट. अल्लाह अकबर पूरा बोलो. अल्लाह अकबर. आप करें हमारा मिडिल मैन 900. ओके डन डन मैं दिएगा. ओके 900 नहीं है. ओके ओके फोटो बोला लास्ट 800. नहीं आलिया റംകാനെ മൈക്ക് ഓണാണോ നോക്കണേ. ഇപ്പത്തെ ഇവര് ട്രഡീഷണൽ ലുക്കിൽ കാശ്മീരിൽ വന്നിട്ടുള്ള ഫോട്ടോ എടുക്കാൻ തുടങ്ങണം കേട്ടോ. 3 പേരും കൂടി എടുക്കുന്നുണ്ട്. റസി അത് കണ്ടോ? സിസ്റ്റർ ഫോർ ഹർ യെല്ലോ ബ്ലൂ മറൂൺ യെല്ലോ യെല്ലോ. ചുണ്ട് അത് ഊരണ്ട അസ്ബു, അതിന് മേലെയാ. വെരി ഗുഡ്. ആലീനെ കണ്ണെടുത്തു. അത് വിടൂ, അത് ഗുഡ് ബോയ്യാ. നോക്കിക്കേമ്മ, അതിന് ഹസ്ബുനേക്കാൾ അടിപൊളിയായിട്ട് കാണിച്ചു തരും. ഇവനിക്കിപ്പോ ഏതാ ബ്ലാക്ക് ഇടുവോ? ഏതാ ബ്ലാക്ക് ഇട്ടു. ആ ബാക്കിലെ വൈറ്റ് വരുന്നത് അത് സൈസ് കണക്കാ. സൈസ് അവരൊന്ന് കുത്തിത്തരും ബേട്ടാ അല്ലേ. ബോയ്സിന്റെ വേറെ ഇല്ല. ബ്ലൂ ആയാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നല്ല കളറാ.
അങ്ങനെ തിരിച്ചിറങ്ങുന്ന വഴി നമ്മൾ ഇവരോട് ബാർഗെയിനൊക്കെ ചെയ്തിട്ട് ഇവിടുന്ന് ഫോട്ടോസ് എടുക്കുകയാണ്. മക്കളുടെ 3 പേരുടെയും ഫോട്ടോസാണ് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആദംകുട്ടി എന്ത് വെച്ചിട്ടും അവൻ ഇതിന് സമ്മതിച്ചില്ല. ആൾ തൽപര കക്ഷിയായിരുന്നില്ല. അപ്പോൾ കുറേ ശ്രമിച്ചു. പിന്നെ അവൻ മണ്ണിൽ കിടന്ന് ഉരുണ്ടു അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയ പിന്നെ നമ്മൾ ഒഴിവാക്കി. പിന്നെ അസ്ബു ആച്ചി മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അവരുടെ ഈ ഒരു ടീമുണ്ടല്ലോ, ഈ ഒരു ഗാർഡനിൽ ഈ ഒരു ടീം അടിപൊളിയാണ്. അവർ നമുക്ക് ഡിസ്കൗണ്ട് വന്നുകൊണ്ടൊന്നും പറയില്ല കേട്ടോ. നമ്മൾ അവരോട് ഇങ്ങനെ പറഞ്ഞു നമ്മൾ യൂട്യൂബേഴ്സാണ്, യൂട്യൂബിൽ ഇടാന്നൊക്കെ. പക്ഷെ അതുകൊണ്ടല്ല, പറയാണ്, ശരിക്കും പറയാണ്, നല്ലൊരു ടീംസ് ആയിരുന്നു. കാരണം അവർ നമുക്ക് ടൈം എടുത്തിട്ട് ഫോട്ടോസ് എടുക്കുക, ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. പിന്നെ നമ്മൾ 3 മക്കൾക്കായിരുന്നു ആ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരതിന് പകരമായിട്ട് നമ്മളെ ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. എന്നിട്ട് എന്നെ അടുത്ത് ആ ഫോട്ടോ ഒക്കെ ഷൂട്ട് ചെയ്തതിന് ശേഷം പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ട ഫോട്ടോ നിങ്ങൾ എടുത്തോളൂ, അതുപോലെ തന്നെ വീഡിയോസ് ഷൂട്ട് ചെയ്യണമെങ്കിൽ, റീൽസ് ഷൂട്ട് ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് നമുക്കായിട്ട് ഒരുപാട് ടൈമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര നല്ല ടീമായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ഒരു വേസ്റ്റ് എക്സ്പീരിയൻസിനേക്കാൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ ഗാർഡനിൽ വന്നപ്പോൾ ഈ ഒരു ടീമിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് അനിയത്തിയുടെയും ഏട്ടത്തിയുടെയും സ്നേഹപ്രകടനമാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ വാഷ്റൂമിൽ പോകാൻ വേണ്ടി പുറത്തോട്ടേക്ക് വന്നപ്പോഴാണ് ഈ കാഴ്ച ഉള്ളത്. അറപ്പുണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. ഫുഡ് കഴിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഈ ഭാഗം ഒന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ടല്ലോ കേട്ടോ. നമ്മളെ കുട്ടികളെ ഡയപ്പർ ഉണ്ടല്ലോ, അത് ഇങ്ങനെ ഒരു എന്താ പറയുക വേസ്റ്റോട് കൂടി വലിച്ചെറിഞ്ഞേക്കുവാണ്. എന്നിട്ട് അത് ഈ തെരുവ് നായ കടിച്ച് വലിച്ചിട്ട് അതിൻ്റെ ജെല്ലൊക്കെ കഴിക്കുന്ന കേട്ടോ കണ്ടത്. എനിക്ക് കണ്ടപ്പോൾ എന്തോ ഭയങ്കര ഇതായിട്ട് തോന്നി. നമ്മളങ്ങനെയൊന്നും കളയാൻ പാടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു അവയർനെസ് പോലെ ആ വീഡിയോ ഒന്ന് എടുത്തു വെച്ചതാണ്. നിങ്ങളൊന്നും ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. ഇവിടെ നമ്മളെ കാശ്മീരി കാവ് കിട്ടുന്ന പറയുന്നത്. അപ്പോൾ ഒന്ന് മേടിക്കാതെ 60 രൂപ ഇവർ ചാർജ് പറഞ്ഞു ഈ കാവ് കണ്ടിട്ട്. ഇതിലിപ്പം ബദാം, അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ ഏലക്ക ഇതൊക്കെ ഇട്ടിട്ടാണ് കാണുന്നത്. പിന്നെ വെളുത്തുള്ളി ഉണ്ട് തോന്നുന്നു അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതെല്ലാം കുത്തിച്ചതച്ചിട്ട് മറ്റേ പഞ്ചസാര വെള്ളത്തിൽ കലക്കി വേറെ ഇതൊന്നുമില്ല. നല്ല കുഴപ്പമില്ല, അടിപൊളിയാട്ടോ. അപ്പം നമുക്കൊന്ന് അവരൊന്ന് കാണിച്ചിട്ട് അവർക്കൊന്ന് കൊടുത്തു നോക്കാം. ചേച്ചിയിലേക്ക് അങ്ങനെയുണ്ടെന്നില്ല സത്യസന്ധമായിട്ടുള്ള മറുപടി ഒന്ന് പറഞ്ഞു കൊടുക്കാൻ. അല്ലല്ല, സത്യസന്ധമായിട്ട്
ഓ അടിപൊളിയാ, നല്ലുണ്ട്. ഞാൻ വെച്ച് കോലം കണ്ടിട്ട് ഇത് കോലം കാണിച്ചില്ല അതിൻ്റെ അകത്ത്. അടിപൊളി കേട്ടോ. ഇതാ കാശ്മീരി കാവ. അടിപൊളി മൂടിച്ചില്ലേ ചൂട് മാറട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. അങ്ങനെ അവിടുന്ന് ഒരു കാശ്മീരി കാവയൊക്കെ കുടിച്ചിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടാ പോകുന്ന നോക്കിയതേ ലേക്കിൽ ഒരുപാട് എന്താ പറയുക തോണിയാന്ന് തോന്നുന്നത്. എനിക്ക് ഇതിനെക്കുറിച്ച് കറക്റ്റ് അറിയില്ല. ഒരുപാടുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ആ ഒരു ഏരിയയിലോട്ടേക്ക് പോകാനേ നിന്നില്ല. പിന്നെ റോഡും അത്യാവശ്യം റഷായി തുടങ്ങി. നമ്മുടെ ഡെസ്റ്റിനേഷൻ വേറെയാണല്ലോ, അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ടു. പിന്നെ ഇവിടുത്തെ ഒരു ഭക്ഷണത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ഭക്ഷണങ്ങളും നമുക്ക് ടേസ്റ്റ് പിടിക്കണമെന്നില്ല. ഇത് തന്നെ കാവ തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. റെമിസ്ക്കൊക്കെ ഒരു ഓക്കെ ലെവലിലായിരുന്നു കേട്ടോ. ഉമ്മാക്കും കുഴപ്പമില്ലായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫുഡ് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം രാത്രി ഫ്ലോപ്പായിരുന്നു എന്ന് പറഞ്ഞല്ലോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിൽ. അത് വെച്ചാൽ നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചിരുന്ന ബട്ടർ ചിക്കനും നാനും ഒക്കെ ഓക്കെ ആയിരുന്നേ, ആ റൊട്ടിയൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ രാത്രി നമ്മളൊരു പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കയറിയത്. പക്ഷെ അവിടുത്തെ ഫുഡ് നമുക്ക് ഒട്ടും പറ്റുന്നതായിരുന്നില്ല കേട്ടോ. ഫ്രൈഡ് റൈസിന് പറഞ്ഞിട്ട് ഒരുപാട് സോയ സോസൊക്കെ വെച്ചിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ നിങ്ങൾ മാക്സിമം നോൺ വെജിൽ തന്നെ കഴിക്കാൻ വേണ്ടി ശ്രമിച്ചോളൂ. അതുപോലെ തന്നെ റേറ്റൊക്കെ വരുന്നത് ഏകദേശം നോൺ വെജിനാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എക്സ്ട്രാ പൈസ വരുന്നത്. സോറി, നോൺ വെജിനല്ല, വെജിറ്റേറിയൻ ആണ്. ഇങ്ങോട്ട് നോക്കി റമിക്കാം, വീടുന്ന് റമിക്കാം. നല്ല റഷ് ഏരിയ ആണല്ലോ റമിക്കാം. ഹൗസ് ബോട്ട് പോലുള്ള എനിക്ക് തോന്നുന്നു പറ്റിയതാണ്. ഒരുപാട് കാണുന്നുണ്ട്, റെസ്റ്റോറന്റ് പോലെ ഫുള്ള് റഷ്. നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആണ് തോന്നുന്നല്ലേ കാശ്മീർ എന്ന് പറയുന്നത്. ഇത് റെസ്റ്റോറന്റ് അല്ല, നമ്മള് താമസിക്കാൻ പറ്റുന്ന ഒരു ഇതില്ലേ, മൂവ് ചെയ്യാത്ത അങ്ങനെ സെറ്റപ്പാണ് ഹൗസ് ബോട്ടിന്റെ ഇതിലാക്കി. നമ്മള് ഹോട്ടൽ എടുക്കുന്ന പോലെ. ഇതെന്താ പറയാ, നമ്മുടെ നാട്ടില് പള്ളിയിൽ ഇങ്ങനെ കൊടി, ഇങ്ങനത്തെ കൊടിയെല്ലാം ഉണ്ടാവുക. ഇത് പള്ളിയാണോ അമ്പലമാണോ? മിനാരം കണ്ടിട്ട് പള്ളി പോലെ തോന്നുന്നു, പക്ഷെ മിനാരം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഇത്. ചന്ദ്രക്കലയില്ലല്ലോ പള്ളിക്ക് എപ്പോഴും ചന്ദ്രകല ഉണ്ടാവില്ല അല്ലേ? ഓക്കെ ഓക്കെ, ചന്ദ്രക്കല കാണും, പക്ഷെ സാഹിബ് എന്നെല്ലാം പറ്റി കാണിക്കുന്നുണ്ട് അതിനകത്ത്. ആ ഇത് അറിയുന്നവർ കമന്റ് ചെയ്യേ. നല്ലത് മുമ്പേ വന്നിട്ടുള്ള ആർക്കെങ്കിലും അറിയെങ്കിൽ അല്ലേ? ഇല്ല, ഷാഹി സാഹിബ്, ഷാഹി സാഹിബ് ഗുരുദ്വാര എഴുതിയിട്ടുണ്ട്. മനസ്സിലാവുന്നില്ല അല്ലെ, അമ്പലവും പള്ളിയും. അപ്പൊ അറിയുന്നവരെന്താന്ന് വെച്ചാൽ കമന്റ് ചെയ്യേ. അത്യാവശ്യം ഒരു ചെറിയൊരു ചൂട്, അതിന്റെ കൂടെ ഒരു തണുപ്പ് മിക്സ് ആയിട്ട് വരാൻ തുടങ്ങി. നല്ലൊരു ക്ലൈമറ്റ് അല്ലേ? നമ്മൾക്ക് ഇനി തിരിച്ച് ഇങ്ങോട്ടേക്ക് വരണമെന്ന് അറിയില്ല. തിരിച്ച് നമുക്ക് ഒരു സ്ഥലത്തേക്ക് കൂടെ പോയിട്ട് ഡൽഹിയിലോട്ട് പോകണമെന്നുണ്ട്. അപ്പം തിരിച്ച് ഇങ്ങോട്ടേക്ക് വരണമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഒരു സ്ഥലം ഉദ്ദേശിക്കുന്നത്, ഞാനൊരു ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു പണ്ട്, അതായത് റബിനവനാദി ജോഡി എന്ന് പറഞ്ഞിട്ട്. അതില് ഒരു പാട്ടുണ്ട്. പാട്ട് പാടി ഞാൻ ശരിയാവില്ല, അതുകൊണ്ടാണ് കോപ്പിറൈറ്റ് വരും ഞാൻ പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ. അപ്പൊ അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്, ഗോൾഡൻ ടെമ്പിൾ. പറ്റുവാണെന്നുണ്ടെങ്കിൽ അതുവഴി വരും, ഇല്ല പിന്നെ നേരെ അവിടുന്ന് നേരെ ഡൽഹിയിലോട്ടേക്ക്. ഇതാണ് നമ്മുടെ ബ്രിഡ്ജ്. ഏത് ബ്രിഡ്ജെന്ന് ചോദിക്കരുത്, ഒരു ബ്രിഡ്ജ്. നല്ല തണുപ്പും കയറുന്നുണ്ട്, നല്ല തണുപ്പാ. ദൂരെ നോക്ക് ആകാശം, നമ്മള് ചിത്രത്തിലെല്ലാം കാണുന്ന പോലെ. അടിപൊളി സ്ഥലം കേട്ടോ. നമുക്കൊരു സജഷൻ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഇങ്ങനെ ട്രാവലിങ്ങെല്ലാം വരുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു വണ്ടി എടുത്തിട്ട് വരിക, അല്ലെങ്കിൽ ഇവിടുന്ന് വന്നിട്ട് റെന്റിന് എടുക്കുക. കാർ എടുക്കുക അല്ലേ? നമ്മൾ മാത്രമായിട്ട് പോകുമ്പോൾ അതിൻ്റെത് എന്നാലേ ശരിക്കും എല്ലാ ഇത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. നല്ല തണുത്ത കാറ്റുള്ളിലോട്ടേക്ക് കയറുന്നുണ്ട്, AC ഒന്നും ഇടാണ്ട് തന്നെ. ഒരു മടുപ്പില്ലാണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്നില്ലേ? അതെ അതെ, നല്ല അടിപൊളി മഞ്ഞുണ്ട്, നല്ല മേലെ. എത്രത്തോളം വിസിബിൾ ആണെന്നും അറിയില്ല. അടിപൊളി മഞ്ഞ കാണുന്നുണ്ട്. നമ്മൾ പോകുന്നിടത്ത് മഞ്ഞ ഉണ്ടായ
ഭാഗ്യോ. ഇനി അതൊന്നും ഇല്ലെങ്കിലും അവിടെ അല്ല മഞ്ഞുണ്ടാവും, സ്നോഫോൾ ഉണ്ടാവില്ല ഉണ്ടാവുള്ളൂ അല്ലേ? സ്നോഫോൾ മേ ബി നമുക്ക് നോക്കാം. എന്താ അവസ്ഥയില്ല, അവിടെ പോയിട്ട് യുവതി വരാണോ ഒന്നും അറിയില്ല. പോയി നോക്കാം. നമ്മൾ ഒരു വഴിയിലൊരു അടിപൊളി പുഴ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ അത് റെസി ഇങ്ങനെ പറഞ്ഞു അത് മഞ്ഞ് ഉരുകിയിട്ട് വരുന്ന വെള്ളമായിരിക്കും അതിനകത്ത് കൂടുതലുണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് വണ്ടി എടുത്ത് പോകുന്ന കാര്യം റെമിക്ക പറഞ്ഞല്ലോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് നിർത്തി അതൊക്കെ കണ്ടു പോകണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു പാക്കേജിലൊക്കെ പോയാൽ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്ക് നല്ലൊരു സീനറി കണ്ടിട്ട് നല്ല പുഴ കാണിച്ചിട്ടില്ല. അവരെ കാണിക്കാം. നല്ല പുഴയും ഇത് കണ്ടപ്പോ കറക്റ്റ് അവിടെ ഒരു ഹോട്ടലും. അപ്പൊ വിചാരിച്ചു ഇവിടെ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോവാന്നുള്ള. ഒരു വെടിക്ക് 2 പക്ഷിയാവുമല്ലോ. മരങ്ങളൊക്കെ നോക്കിക്കല്ലേ, അടിപൊളി അടിപൊളി എന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല. പിന്നെ വേറെന്തേലും ഇപ്പം ഇത് കാണുമ്പോൾ മനസ്സിലാവും നല്ല വെയിലുണ്ട്, പക്ഷെ അതേപോലെ നല്ല തണുത്ത കാറ്റും അടിക്കുന്നുണ്ട്. അടിപൊളിയല്ലേ? അടിപൊളി ഇത് പറയാനുണ്ടാ, പക്ഷെ ഇത് എത്രത്തോളം നമ്മുടെ ക്യാമറയില് ഭംഗി കിട്ടുന്നൊന്നും അറിയില്ല. പക്ഷെ നേരിട്ട് കാണാനായിട്ട് സൂപ്പർ. അങ്ങതാ റമിക്ക അതിങ്ങനെ ഒന്ന് ജസ്റ്റ് കാണിച്ചേ. ഞാൻ അങ്ങനെ മലയൊന്ന് കാണിച്ചു കൊടുത്താണേ. അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാം. വാ. ഓക്കെ, ചുറ്റിലിരുന്നിട്ട് സൊറ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലിന് നല്ല ചൂടുണ്ട്, അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട്. തണലത്തിരിക്കാൻ പറ്റില്ല. സൊറ പറയാൻ പറ്റിയ സ്ഥലല്ലേ എവിടെ? അന്ന് അങ്ങോട്ടേക്ക് ഇരിക്കാറ ഇരിക്കാം. പക്ഷെ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. അതെ, അവിടെ ഒരാൾ ടീമുണ്ട്, അവിടെ 2 ടീം അപ്പുറത്ത് ഇപ്പുറത്തായിട്ട്, പിന്നെ നമ്മള് അങ്ങനെ ഇതേ ഫുഡ് വന്നിട്ടുണ്ട്. കണ്ടാൽ അടിപൊളിയായിട്ട് തോന്നുന്ന നല്ലൊരു കറിയെല്ലാം വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചതിൻ്റെ അകത്ത് ഈ റൊട്ടി നല്ല എനിക്ക് മര്യാദക്ക് കഴിക്കാൻ പറ്റില്ല. ചോറ് കിട്ടുന്ന സമയത്തെല്ലാം ഭയങ്കര ഉപ്പല്ലേ ഉമ്മ, അതിനകത്ത് ഭയങ്കര ഉപ്പാ ഉണ്ടാവല്. അതെല്ലാം അടിപൊളിയല്ലേ? ഹാർഡാവുന്നുണ്ടോ? ഇതിനകത്ത് ഓരോ സ്ഥലത്ത് ഓരോ ടൈപ്പാ ഇവര് സെർവ് ചെയ്യുന്നത് അല്ലേ? ചില സ്ഥലങ്ങളിൽ പ്ലേറ്റ് കറി വയ്ക്കാനുള്ള പ്ലേറ്റ് മാത്രം തരും, ചില സ്ഥലങ്ങളിൽ പാത്രങ്ങൾ കുറച്ച് മാത്രം തരും. നമ്മൾ പെട്ടെന്ന് കഴിക്കട്ടെ. ഇവിടെ നല്ല ചൂടുണ്ട്, നല്ല വെയിലുണ്ട്, അതുപോലെ തന്നെ തണുപ്പുണ്ട്. എല്ലാവരും ഇതേ നട്ടുച്ചക്ക് റൊട്ടി കഴിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഭക്ഷണ രീതി അങ്ങനെ തന്നെയാണ് എല്ലാവരെയും. അതിന് പെട്ടെന്നൊന്ന് കഴിച്ചിട്ട് എഴുന്നേക്കാൻ നോക്കട്ടെ. ചൂടും തണുപ്പും ഒന്നിച്ചിട്ടുള്ളത് പുറത്തിരിക്കുന്നോണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഇതേ ലാൻഡ്സ്കേപ്പ് മാറി തുടങ്ങി. നമുക്ക് ഇവിടെ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളെ കുറിച്ചിട്ടൊന്നും വലിയ ഐഡിയ ഇല്ല. നമ്മൾ ജസ്റ്റ് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ സെർച്ച് ചെയ്ത് അങ്ങനെ പോകുന്നതേ ഉള്ളൂ. ഇതിനിടയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ തുളിപ്പ് ഗാർഡനിലോട്ടേക്ക് ഒന്ന് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മളവിടെ ഒരു ഹോട്ടലിൽ കയറിയ സമയത്ത് അവരോട് ചോദിച്ച സമയത്ത് അവിടുത്തെ സീസൺ അല്ല എന്ന് പറഞ്ഞു. ഏപ്രിൽ അവസാനത്തോട് കൂടിയിട്ട് അവിടെ ക്ലോസ് ചെയ്തിടുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നത് മാറ്റി. അതുപോലെ എനിക്ക് നേരത്തെ പറഞ്ഞൊരു ടെമ്പിൾ ഉണ്ടല്ലോ, അതും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ മെയിൻ ഫോക്കസ്, മക്കളുടെ മെയിൻ ആഗ്രഹം എന്ന് പറയുന്നത് മഞ്ഞ് കാണണം, മഞ്ഞിൽ കളിക്കണം, ഇതായിരുന്നു മെയിൻ.
പിന്നെ മക്കൾ മാത്രമല്ല കേട്ടോ, ഞാനും ഉമ്മയൊക്കെ അവിടെ എത്തിയതിന് ശേഷം മൈൻഡ് അങ്ങനെ തന്നെയായിരുന്നു. ഈ ഗ്രഹണി പിടിച്ച കുട്ടികൾക്ക് ചക്കക്കൂട്ടാൻ കിട്ടിയ അവസ്ഥ എന്ന് പറയില്ലേ, നമ്മളൊരു പഴമൊഴി പോലെ, അതുപോലെയായിരുന്നു. എങ്ങോട്ടേക്കാണ് പോകുന്നത്, എന്തൊക്കെയാണ് കാണേണ്ടതെന്നുള്ളൊരു വല്ലാത്തൊരു തൊര. പിന്നെ നമ്മൾ കുറച്ച് ദൂരം മുമ്പോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ആ മഞ്ഞുമല നമ്മളുടെ അടുത്തോട്ടേക്ക് വരുന്നൊരു ഫീലായിരുന്നു കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഇരുന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റാത്തത്. റൈറ്റ് സൈഡിൽ മൊത്തം ആ ഒരു പുഴ ഇങ്ങനെ നീണ്ട് കിടക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് വീടുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ അങ്ങോട്ടേക്ക് കാണാൻ. ലാൻഡ്സ്കേപ്പ് മൊത്തത്തിലൊരു അടിപൊളി രീതിയിലോട്ടേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഒരു പ്രത്യേക രീതി, നമ്മുടെ കേരളം പോലെ പച്ചപ്പാണെങ്കിലും അത് നമ്മുടെ നാട്ടിലുള്ള പോലെ മരങ്ങളല്ലല്ലോ, തണുപ്പിൽ നിൽക്കുന്ന മരങ്ങളല്ലേ. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേക ഭംഗി അവിടെയൊക്കെ കാണാനുണ്ടായിരുന്നേ. ഞാൻ പറഞ്ഞ കണ്ടില്ലേ, മഞ്ഞുമല നമ്മളുടെ അടുത്തോട്ടേക്ക് എത്തിത്തുടങ്ങി. ഇത് ഞാനൊന്ന് സൂം ചെയ്തെടുത്താണ്. പക്ഷെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഒരു ദൂരം ഇങ്ങനെ കുറഞ്ഞു വരുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നേ. പിന്നീട് അങ്ങോട്ടേക്ക് എത്തിയ സമയത്ത് വഴിയിലൊക്കെ ഇങ്ങനെ മഞ്ഞൊഴുകി വന്നിട്ട് ആ പുഴയുടെ സൈഡിൽ ഇങ്ങനെ അവിടെയും ഒരു ഫ്രോസൺ പോലെ കിടക്കുകയാണ്. അതിൻ്റെ തൊട്ടടുത്ത് വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ പറയും, നമ്മൾ ഉരുൾപൊട്ടുന്ന പോലെ ഈ മഞ്ഞൊരുകുന്ന സമയത്ത് വീടുകൾക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കൂലേ, അവർ പേടിച്ചിട്ടായിരിക്കൂലേ ഇരിക്കുന്നുണ്ടാവുക. നമുക്ക് കാണുമ്പോൾ ഭയങ്കര രസമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ പറയട്ടെ, നിങ്ങളിങ്ങനെ വീഡിയോ ഒന്നും കണ്ടിരുന്നാൽ പോരാ, നേരിട്ട് തന്നെ പോയിട്ട് ഇതൊന്ന് അനുഭവിച്ചറിയണം. ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഞാൻ പറയട്ടെ, നമ്മുടെ പടച്ചവനുണ്ടാക്കിയിട്ടിരിക്കുന്ന ഈ ഭൂമിയുടെ ഈ ഭംഗി എന്തായാലും നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണണം. സത്യം പറഞ്ഞാൽ എനിക്കിത് നേരിട്ട് കാണുമ്പോൾ തോന്നി എന്തായിരുന്നു അറിയോ, നമ്മുടെ പണ്ട് ക്ലാസ്മേറ്റ്സിൻ്റെ നോട്ട്സ് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ പുറകിൽ കുറേ പിക്ചേഴ്സ് ഉണ്ടാവൂലേ, അതുപോലെ ആയിരുന്നു കേട്ടോ. അവിടെ കാണുമ്പോൾ നമുക്കത് നമ്മുടെ മുമ്പിലുള്ളതാണെന്നൊന്നും തോന്നുന്നില്ല. ശരിക്കും ഒരു ഫോട്ടോ നമ്മളെ മുമ്പിൽ ഇങ്ങനെ വെച്ചാൽ എങ്ങനെയാണോ ഉണ്ടാവുക, അതുപോലെയായിരുന്നു എനിക്കിത് കാണുന്ന സമയത്ത്. എൻ്റെ ഫീലിംഗ് കേട്ടോ പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ ഫീലിംഗ് ആയിരിക്കും. പക്ഷേ യാത്രയിൽ നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്ത എല്ലാവർക്കും അതുപോലൊരു ഫീലിംഗ് തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ ഓടിക്കൊണ്ട് എത്തിയിരിക്കുന്നത് ഒരു ടണലിനടുത്തേക്കാണ്. ഇതാണ് നമ്മൾ സോനാമർഗിലേക്ക് കടക്കാനുള്ള ടണൽ എന്ന് പറയുന്നത്. ഇതൊരു വലിയ ടണലാട്ടോ. നമ്മൾ ഈ യാത്രയിൽ ഒരുപാട് ടണൽ കടന്നിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഏറ്റവും വലിയൊരു ടണൽ കടന്നേക്കുന്നത് ഈ സോനാമർഗ് ടണലാണ്. ഏകദേശം ഒരു 6.5 കിലോമീറ്റർ ആയിരുന്നു ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് തുടക്കത്തിൽ ഞാനിത് നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇത് തീരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, പോസ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അവസാനം എടുക്കുക കേട്ടോ ചെയ്തത്. കാരണം എൻ്റെ കൈ അത്രയും കഴിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും വലിപ്പമുണ്ടെന്ന് നമ്മളും എക്സ്പെക്റ്റ് ചെയ്തില്ല. പിന്നെ അവിടെ നിന്നിട്ട് സെർച്ച് ചെയ്തപ്പോഴാണ് ഇതിന് 6.5 കിലോമീറ്റർ നീളം വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായത്. നേരത്തെ ഞാൻ പടച്ചോൻ്റെ കഴിവിനെയാണല്ലോ പറഞ്ഞത്, ഈ ലാൻഡ്സ്കേപ്പ് ഇങ്ങനെയൊക്കെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് മനുഷ്യന്മാരുടെ കഴിവ് കേട്ടോ. നോക്കി നിങ്ങൾ എത്ര ഭംഗിയായിട്ട് ഈ ടണലൊക്കെ ഉണ്ടാക്കുന്നത് മല തുറന്നിട്ടാണല്ലോ അല്ലേ, എൻ്റെ ഒരു അറിവ് അങ്ങനെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ദൂരെ ഇതിങ്ങനെ ആക്കി വെച്ചിട്ട് അതിനകത്ത് നമുക്ക് സേഫായിട്ട് പുറത്തോട്ടേക്ക് കിടക്കാനുള്ള വഴികൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലൈറ്റ് കാര്യങ്ങൾ എന്ത് ഭംഗിയായിട്ടെന്നറിയോ അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മളീ ലോകത്ത് ഒരുപാട് കാണാനുണ്ടോ. നമ്മളെന്തായാലും യാത്ര തന്നെ ചെയ്തിട്ട് ഇതൊക്കെ കാണണം. നമുക്ക് സേവിങ്സ് ഒന്നും ഉണ്ടായിട്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ളത് ഈ ഒരു വലിയൊരു യാത്രയിലാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നാട്ടിലൊക്കെ കുഞ്ഞു കുഞ്ഞു യാത്രകൾ ചെയ്യുമായിരുന്നെങ്കിലും ഇത് യാത്ര എന്ന് പറയുന്നത് ഇത്ര സുഖമുള്ള പരിപാടിയാണെന്ന് മനസ്സിലായത് ഈ കാശ്മീരിലോട്ടേക്കുള്ള യാത്രയിലാണ് കേട്ടോ. ഞാൻ വെറുതെ പറയല്ല, നിങ്ങളെ എല്ലാവരും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ തട്ടി തന്നെ പറയുന്നതാണ്. അതുപോലെ ഞാൻ ഇതിനകത്ത് ഒരുപാട് ഭാഗങ്ങളൊന്നും വെട്ടിക്കളയുന്നില്ല കേട്ടോ. മ്യൂസിക് കൊടുത്തിട്ടായാലും ഞാൻ ഇടും. കാരണം ഇത് പോവാൻ പറ്റാതിരിക്കുന്നവർക്ക്, നേരിട്ട് കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇതൊരു യാത്രാനുഭവം ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്യാതെ മുഴുവനായിട്ട് ഇടുന്നത്.
അങ്ങനെ ഇതേ 6.5 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ പുതിയൊരു ലോകത്തോട്ടേക്ക് പോകാൻ വേണ്ടി പോവാണ്. ഇത് എത്തുമ്പോൾ നിങ്ങൾ ഇതേ എൻ്റെ കൂടെ തന്നെ വാ. നിങ്ങളിത് കണ്ടിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. ഇത് കാണുന്ന സമയത്ത് ഇത് നോക്കിയേ, സത്യം പറഞ്ഞ ഭൂമിയിലെ സ്വർഗം എന്നെങ്ങാനും ഇതിനെ പറയേണ്ടി വരും. അത്രയും ഭംഗി എന്ന് പറഞ്ഞാൽ അത്രയും ഭംഗിയായിരുന്നു. നമ്മൾ അവിടത്തോട്ടേക്ക് എത്തിയ സമയത്ത്, സോനാമർഗിലോട്ടേക്ക് എത്തിയ സമയത്ത് കുറച്ചുകൂടി തണുപ്പൊക്കെ കൂടിയിട്ടാണ്. പിന്നെ ഈ ടണൽ കഴിയുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കതൊക്കെ യൂസ് ചെയ്ത് പോവാം മുമ്പോട്ടേക്ക്. നമ്മുടെ യാത്രയിൽ പിന്നെ അങ്ങോട്ടേക്ക് നമുക്ക് അങ്ങനെ പെട്രോൾ പമ്പുകളോ കാര്യങ്ങളോ ഒന്നും കിട്ടണമെന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ലാൻഡ്സ്കേപ്പ് നോക്കുക നിങ്ങൾ, ആ ഒരു മഞ്ഞുമല നോക്ക് നമ്മളുടെ എത്ര അടുത്തായിരിക്കുന്നതെന്ന്. അവിടെയും മരങ്ങളൊക്കെ ഇടവിട്ടിട്ടാണ് മരങ്ങൾ ഉണ്ടായിരുന്നത്. എൻ്റെ മുഖത്ത് എക്സ്പ്രഷൻ എടുക്കുക കേട്ടോ എനിക്ക്. പക്ഷേ ഇതൊന്നും അല്ല, ഇത് ഞാൻ ശരിക്കും പറഞ്ഞ എക്സ്പ്രഷൻ പുറത്തോട്ടേക്ക് ഇടാത്തതെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഞാൻ ഒരുപാട് വാചാലയാവുന്നുണ്ട് എനിക്ക് തന്നെ ഈ വോയിസ് റെക്കോർഡ് കൊടുക്കുന്ന സമയത്ത് തോന്നുന്നുണ്ട് കേട്ടോ. ഇതെൻ്റെ എന്താ പറയുക ജെന്യൂൻ ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ്. ഞാൻ ഈ ഒരു യാത്രേൻ്റെ റിവ്യൂ പറയുന്നത് കേട്ടോ. നമ്മുടെ മലയാള സിനിമ, ഹിന്ദി സിനിമയൊക്കെ കാശ്മീരിൽ വെച്ചൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണാറില്ല ഈ പച്ച കളറിലുള്ള വീടുകൾ. ഇവിടുത്തെ വീടുകൾ ഏകദേശം ഇത് തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ഒരു അന്തരീക്ഷത്തിനനുസരിച്ചിട്ടുള്ള ഒരു രീതിയായിരിക്കാം. ഇതൊക്കെ നിങ്ങൾ മഞ്ഞ് വീണ് കിടക്കുന്ന കിടപ്പ് കണ്ടോ? എനിക്ക് എന്താ പറയുക, ഞാൻ ഓരോ സ്ഥലത്തെത്തും റമിക്കാണ് നിർത്തി എനിക്കിത് എടുക്കണം എന്ന് പറഞ്ഞിട്ട് റമിക്കും അറിയാം ഇത് തന്നെയാണ് അങ്ങോട്ടേക്ക് മുഴുവനുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്നോട്. അങ്ങനെ നമ്മളൊരു സ്ഥലത്തെത്തിയ സമയത്ത് കണ്ടൊരു പോലീസുകാരനാണ് ഇത്. ആൾ SI പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലീസിനെ പോലെ ഒന്നുമല്ല നമ്മളോട് അവിടത്തേക്കുള്ള കാര്യങ്ങൾ. നമ്മൾ ഇവിടെ എത്തിയ സമയത്ത് നമ്മൾ തീരുമാനിച്ചു ലഡാക്കിലോട്ടേക്ക് പോകാമെന്നുള്ള കാര്യം. അപ്പം ആൾ നമ്മളോട് ഡീറ്റെയിൽസൊക്കെ ചോദിക്കുകയാണ്. ലേയിലോട്ടേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു അങ്ങോട്ടേക്ക് ഇനിയിപ്പോൾ നമ്മൾ ആ എത്തിയൊരു സമയത്ത് വിടാൻ ചാൻസ് ഇല്ല, നിങ്ങൾ അവരോടൊന്ന് സംസാരിച്ച് നോക്കൂ. പിന്നെ അപ്പോൾ എനിക്ക് ചോദിച്ചു നിങ്ങൾക്കൊന്ന് സംസാരിച്ചിട്ട് സമ്മതിപ്പിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പിന്നെ നമുക്ക് അവരുടെ ഡ്യൂട്ടിയിലോട്ടേക്ക് കയറി ഇടപെടാൻ പറ്റില്ല, പക്ഷേ നിങ്ങൾ സംസാരിക്കൂ, അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കൂ, പഠിച്ചുകൊണ്ടുണ്ടാക്കി വെച്ച ഭൂമിയാണ്, അത് കാണാനുള്ളൊരു അവസരത്തിന് വേണ്ടി പോകുന്നതാണെന്നൊക്കെ പറഞ്ഞ് അവർ സമ്മതിക്കും. ഇനി അവർ സമ്മതിക്കുന്നില്ലേ നിങ്ങൾ തിരിച്ചിട്ടൊന്ന് എൻ്റെ അടുത്തോട്ടേക്ക് വാ, ഞാൻ സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ നമ്മൾ അവിടെ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടുന്ന് പോകുമ്പോൾ തന്നെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളൊക്കെ കണ്ടപ്പം ഫാമിലിയാണ്, കേരളത്തിൽ നിന്നാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ ആൾക്കും ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാം കണ്ടിട്ട് പോയാൽ മതി എന്നൊക്കെ നമ്മളോട് പറയുന്നുണ്ടായിരുന്നേ. മുമ്പോട്ടേക്ക് ഇനി വരാനിരിക്കുന്ന വഴികളൊരു സ്നേക്കിനെ പോലെ വളഞ്ഞുളഞ്ഞാന്ന് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ശരിയാണ്, അതുപോലെ തന്നെയുള്ള വഴികളായിരുന്നു. പക്ഷെ കാണാൻ റൈറ്റ് സൈഡിൽ മഞ്ഞും ലെഫ്റ്റ് സൈഡിൽ പാറകളുമായിട്ടൊക്കെ നല്ല ഭംഗിയായിരുന്നു വഴികൾ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ആൾ പറഞ്ഞ പോലീസുകാരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷെ അങ്ങോട്ടേക്കുള്ള ആ സമയത്തുള്ള യാത്ര സേഫ് അല്ലാത്തതുകൊണ്ട് അവർ നമുക്ക് ലേയിലോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അടുത്ത ദിവസം ലേയിലോട്ടേക്ക് ബ്ലോക്ക് ചെയ്യും, അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ നേരെ അങ്ങോട്ടേക്ക് വിട്ടോന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇവിടുന്ന് നമ്മളൊരു ചായ കുടിച്ചു. ഇങ്ങോട്ടേക്ക് കയറുന്ന സമയത്ത് പിന്നെ ചായക്കടകളൊക്കെ കുറവായതുകൊണ്ട് തന്നെ ഇവർ നമ്മൾ അത്യാവശ്യം നല്ലപോലെ പറ്റിക്കോട്ടോ. 5 രൂപയുടെ ബിസ്ക്കറ്റിന് 10 രൂപയ്ക്കാണ് വാങ്ങുന്നത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി മുമ്പോട്ടേക്കുള്ള യാത്ര എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനി ഒരിക്കലും മറക്കാത്തൊരു യാത്രാ അനുഭവം ആട്ടോ തന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇതിൽ തന്നെ ഉൾപ്പെടുത്തുവാണെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തും, ഞാൻ അതിന് മറുപടിയായിട്ട് വരാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടനെ വരാം. അതുവരേക്കും ബൈ.